NRI എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ പ്രോഡക്റ്റ് സെല്ലാക്കാനാണ് നോക്കാറ്. ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരില്ല. ഈ ഒരു പ്രൊഡക്ട്സ് ലൈൻസിൽ ആയുർവേദ ആയിക്കോട്ടെ, ഹെർബൽസ് ആയിക്കോട്ടെ, എന്ത് സിന്തറ്റിക് പ്രൊഡക്ട്സ് ആണെങ്കിലും ആൾക്കാർ കൂടുതൽ വീഴുന്നത് ഈ പരസ്യങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ ലൈവ് ടെസ്റ്റിമോണിയൽസ് കണ്ടിട്ടാണ്. അപ്പോൾ ഇതേപോലെ രസമുള്ള എന്തെങ്കിലും കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആളുടെ എന്താണ് ഗൾഫിലുള്ള ഒരാളായിരുന്നു. ആൾക്ക് നാട്ടിൽ വന്ന സമയത്ത് എനിക്കിങ്ങനെ ഫോൺ വിളിച്ചിട്ട് ആൾ ചോദിച്ചു, ഇങ്ങനെ ഒരു സെയിൽ ഗ്രൂപ്പിലാണ് ഞാൻ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കണ്ടത്. കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പും അണ്ടർ ആംസിൻ്റെ ഡാർക്ക്നെസ്സും ഉണ്ട്. വേറൊരു 2-3 പ്രോഡക്റ്റ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അവരത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റാണ് നല്ലത്, അതിനെ വെച്ചാൽ നിങ്ങൾ അത് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു പറഞ്ഞു. അവരത് മാറുന്ന ഉറപ്പ് പറഞ്ഞോ? അവരത് മാറുന്ന ഉറപ്പ് പറഞ്ഞു. എന്നാൽ പിന്നെ അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറയാം, നിങ്ങൾക്ക് സെയിൽ വേണ്ടേ? ആൾ ഇത്തിരി സീരിയസ് ആയിട്ട് ചോദിക്കണേ. അവൻ അങ്ങനെയല്ല, ഈ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ്, കഴുത്തിൻ്റെ ബാക്കിലെ ഡാർക്ക്നെസ് ഒക്കെ ഹോർമോണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒബിസിറ്റി കാരണം ഒക്കെ വരുന്ന സംഭവമാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മഡ് ഫേസ് പാക്ക് ഉണ്ട്. മഡ് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാലും അത് ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. തൈരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പിഗ്മെൻറ്റേഷനും അതുപോലെ കരുവാളിപ്പൊക്കെ കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ പറയുന്ന 2 കരുവാളിപ്പുകൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒബിസിറ്റി കാരണം ഇതൊക്കെ ഉള്ളതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. മറ്റേ ബ്രാൻഡുകാർ ഉറപ്പ് പറയുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇതായി. അപ്പോൾ ആൾ പറഞ്ഞു അതല്ല, അപ്പോൾ ചെറിയ കുട്ടിയാണേ, അവർ ഇങ്ങനെ ഹെർബലാണെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല. അവന് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ 9 വയസ്സ് ആയിട്ടുള്ളൂ മോൾക്ക്, അവൾക്ക് വേണ്ടിയാ. എനിക്കത് ഭയങ്കര ഇതായി. കാരണം എൻ്റെ മോൾക്ക് ഇപ്പോൾ ഈ വർഷം 7 വയസ്സായി. അവൾ ഗുണ്ടുമണിയാണ്. അവളുടെ കഴുത്തിൻ്റെ ബാക്കിലും ചെറിയ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരില്ല. കാരണം ചെറിയ കുട്ടികൾക്ക് കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ ആവശ്യമില്ല. അതിന് നിങ്ങൾ നല്ലോണം ഒന്ന് ഓടിക്കുകയും നടത്തുകയൊക്കെ ചെയ്യുക, ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് വല്ല ആയുർവേദ കടയിലൊക്കെ പോയാൽ മഞ്ഞളുടെ കിഴങ്ങ് കിട്ടും. ആ സംഭവം വെന്ത വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ മാറിപ്പോക്കോളും. അതിനിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും. അപ്പോൾ ഞാനൊരു NRI കസ്റ്റമറാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, മഞ്ഞളുടെ കിഴങ്ങ് നിങ്ങളുടെ അടുത്ത് എവിടെ നിന്നാണ് കിട്ടുക ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, അവിടുന്ന് വാങ്ങിച്ചോളൂ. ഇത്രേ വേണ്ടു. ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും നിങ്ങൾ ഇത്രയും പരിപാടിയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു ഞാൻ. ആൾ ഫോൺ വെച്ചു. ഞാൻ പിന്നെ വേറെ വഴിക്കും പോയി. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ബിസിനസ് വാട്സാപ്പിൽ നോക്കിയപ്പോൾ എൻ്റെ കാർട്ടിൽ 2800 രൂപയുടെ ഓർഡർ, എല്ലാ പ്രോഡക്റ്റും 2 ചെയ്തോ. ഞാൻ എന്നിട്ട് ആളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം? എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സ്കിൻ കെയർ ബ്രാൻഡിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കസ്റ്റമറോട് സംസാരിക്കണേ കേൾക്കണേ. NRI എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ പ്രോഡക്റ്റ് സെല്ലാക്കാനാണ് നോക്കാറ്. ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കണേ. എൻ്റെ വൈഫിനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് വേണം, നാളെ തന്നെ സെൻഡ് ആക്കും. ഞാൻ അങ്ങോട്ട് അന്തം വിട്ടുപോയി. ആളിതിപ്പോൾ അതും പോരാണ്ട് ഈ പുള്ളി ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അതുപോലെ മെയിൻ സോഷ്യൽ മീഡിയ ആളുടെ പേജിൽ നമ്മളെ ടാഗ് ചെയ്ത് ഇത്ര പാരഗ്രാഫിൽ ഒരു റിവ്യൂ എഴുതിയിട്ടു. അത് നമുക്ക് ഭയങ്കര മൈലേജ് ഉണ്ടാക്കി. വാങ്ങിക്കേണ്ട, നിങ്ങൾക്ക് സാധനം തരില്ല എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറാണ് ഇത്രയും വലിയൊരു നമ്മുടെ അംബാസിഡർ ആയിട്ട് മാറിയത്. മനസ്സിലായി. ആളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ. ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ചോദിക്കാൻ വന്നപ്പോൾ കിട്ടേണ്ട മറുപടി കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ പറഞ്ഞ മറുപടിയിൽ ആളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തു അല്ലേ?